ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി നല്ല കടും പച്ച നിറത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഈ ചെടി ഫേൺ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ പേര് സെനാജിനെല്ല അപ്പോഡ എന്നാണ്. മെഡോസ് പൈക്മോസ് എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഇത് ഫേൺ ഇനത്തിൽപ്പെട്ടതാണ്. ഈ ചെടി അധികം ബലമില്ലാത്തതും നമ്മളൊന്ന് അമർത്തി പിടിച്ചാൽ തന്നെ നാശമായി പോകുന്ന ചെടിയാണ്. ഇതിൻ്റെ വേരുകളൊക്കെ ഉറപ്പ് കുറഞ്ഞതും അതുപോലെ തന്നെ ഇലകളും ബലമില്ലാത്തതാണ്. പടർന്ന് പിടിച്ച് പോകുന്ന ചെടിയാണ്. ഇത് വളർത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ നല്ല ശ്രദ്ധയോടുകൂടി വേണം ഇതിനെ പരിചരിക്കാൻ. ഇതിൻ്റെ വേരുകൾ ധാരാളമായിട്ട് താഴേക്ക് തൂങ്ങിക്കിടക്കും. ഫേണുകളിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇനി ഇത് വളർത്താൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അധികം സൂര്യപ്രകാശം തട്ടുന്നിടത്ത് ഈ പ്ലാന്റ് വയ്ക്കരുത്. നേരിയ സൺലൈറ്റ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അതുപോലെ തന്നെ വെള്ളം ഇതിന് കുറേ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. എന്നാൽ വെള്ളം നനയ്ക്കാതിരുന്നാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ചെടിയുമാണിത്. ഈർപ്പം ഇഷ്ടമുള്ള ചെടിയാണിത്, എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇത് പോട്ട് ചെയ്യാനുള്ള മണ്ണ് തിരഞ്ഞെടുക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. നല്ല ഇളക്കമുള്ള മണ്ണും വെള്ളം കെട്ടി നിൽക്കാതെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണും വേണം ഈ പ്ലാന്റിനെ തിരഞ്ഞെടുക്കാൻ. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വേരുകളുള്ള ചെറിയൊരു ഭാഗം എടുത്തിട്ട് നട്ടുകൊടുത്താൽ ഇതിൻ്റെ തൈകളുണ്ടാക്കാം. ഇത് വളരെ വേഗം പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ്. ചട്ടിയിൽ ഇത് വെച്ച് കൊടുത്താൽ അധികം താമസിയാതെ തന്നെ ചട്ടി മുഴുവനായിട്ടും നിറഞ്ഞ് പടർന്ന് നിൽക്കും. അങ്ങനെ നല്ല ഭംഗിയിൽ ചട്ടി നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറും ചട്ടി നിറഞ്ഞു നിൽക്കുന്നതുമായ ഈ ചെടി ആരെയും ആകർഷിക്കും. അതുപോലെ തന്നെ ടെറേറിയം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സെനാജിനെല്ല അപ്പോഡ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വളങ്ങൾ എപ്പോഴും വേണ്ട ചെടിയൊന്നുമല്ല, എന്നാൽ 6 മാസം കൂടുമ്പോൾ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം ചട്ടിയിൽ കെട്ടിക്കിടന്ന് ചെടി ചീഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. വനങ്ങൾ, പുൽമേടുകൾ തുടങ്ങിയ നനവുള്ളതും ഈർപ്പമുള്ളതുമായ സ്ഥലങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഈർപ്പം നിലനിൽക്കുന്ന മണ്ണിൽ ഇത് നന്നായി വളരും. ഇത് കീടശല്യമുള്ളൊരു ചെടിയാണ്. കാര്യമായിട്ട് ഇതിനെ ആക്രമിക്കുന്നത് മിനിബഗ്സും ചിലന്തികളുമാണ്. ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ട് ഇത് തടയാവുന്നതാണ്. നല്ലൊരു ഗ്രൗണ്ട് കവറിങ് പ്ലാന്റാണിത്. വിഷവസ്തുക്കളെ ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു സസ്യമാണിത്. ഈ പ്ലാന്റ് വളർത്താൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ വേറെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.